സ്വാഗതം. അപ്പം നമുക്കിന്ന് എൻ്റെ വീട്ടിൽ പോയാലോ മുണ്ടക്കയത്തിന്? അപ്പം ഇവിടെ നമ്മൾ ഏത് വഴിയാണ് പോകുന്നത്? പൂവപ്പള്ളിയാണോ അതോ തിരിച്ചുപള്ളിയുടെ അവിടെ വന്നു. ഈ നേരെ പൂവപ്പള്ളി വഴി വിഴിക്കത്തോട് സിറ്റി ചെന്നാണ്. വിഴിക്കത്തോട് ചെറിയ 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 ജംഗ്ഷനാണ്. ഈ വഴിയാണ് പൂവപ്പള്ളിയിലൂടെ. അമൽജോലി കോളേജിൻ്റെ അടുത്തുകൂടെയാണ് പോകുന്നത്. ഹോസ്റ്റലാണ് പിള്ളേർ താമസിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ ഒരു മലബാർ കവല എന്നാണ്. അപ്പോൾ വലത്തോട്ട് പോയാൽ പൂവപ്പള്ളിയും ഇടത്തോട്ട് കിടക്കുന്ന റോഡ് കാഞ്ഞിരപ്പള്ളി. പൂവപ്പള്ളി സിറ്റിയിലോട്ട് നമ്മളീ തിരിയുന്ന റോഡ് വെള്ളനാടി ഉള്ളത്. ഈ റോഡ് നേരെ നമ്മുടെ ഇടത്തോട്ട് കിട്ടുന്നതാണ്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. മുണ്ടക്കയം വെള്ളനാടി കൂടിമറ്റി പൂരന്തോപ്പ്. ഇവിടുന്ന് രണ്ട് റോഡായിട്ട് തിരിയുവാണ്. ഇടത്തോട്ട് കിടക്കുന്നത് പൂരന്തോപ്പ്, അതിനിടയിൽ കിടക്കുന്നു പിന്നെ ഇതിന് വെള്ളനാടി മുണ്ടക്കയം. ചൂടായതുകൊണ്ടേ വെയിലടിക്കാതിരിക്കാൻ വേണ്ടി കൈതയൊക്കെ കരി വരിക്കാൻ വേണ്ടി കൈതയുടെ മുകളിലേക്ക് കൂടെ പച്ചനെറ്റ് വിരിച്ചേക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. വെള്ളനാടിയിലോട്ട് കിടക്കാൻ പോലെ അതിന് മുമ്പായിട്ട് മൊത്തം കൈത വെയിലായിരുന്നു. വെള്ളനാടി എസ്റ്റേറ്റ് ഇവിടെയായിരുന്നു. വിമാനത്താവളത്തിന് ചെറിയ നോട്ടമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഈ എസ്റ്റേറ്റിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ചെറുപള്ളിയിലോട്ട് പോയി. ഇവിടെ അതിനുള്ള സ്പേസ് ഇല്ല. ആരും നേരത്തെ നല്ല തോട്ടമായിരുന്നു, നല്ല തണലായിരുന്നു അല്ലേ? ഇവിടുത്തെ ആൾക്കാരൊക്കെ താമസിക്കുന്ന ലയം സാധനം ഒത്തിരി പൂക്കളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. കിടക്കുന്ന വഴിക്ക് പോയാൽ ഇടക്കുന്നത് ചെല്ലാം. നേരെ പോയാൽ പണ്ടത്തെ ഇത് കൊടുകപ്പല എന്ന സ്ഥലമാണ്. ഇവിടെ അമ്പലമുണ്ട്. കൊടുകപ്പലം ശ്രീദേവീശ്വരം. ഇവിടെ എവിടെയാണ് പുതിയ ഇഷ്ടം പോലെ പാൻ കേക്ക്, ലഡു, ജിലേബിയൊക്കെ ഇരിക്കുന്നുണ്ടോ.
നമ്മൾ മുളം പാലം മുളകയത്തിൽ നിന്ന് നമുക്ക് വലത്തോട്ടുള്ള റോഡാണ് പോകുന്നത്. അക്കരെ കാണുമ്പോൾ സെൻറ് ആൻസ് സ്കൂളാണ് ഞാൻ പഠിച്ച സ്കൂൾ. സെൻറ് ആൻസ് UP സ്കൂൾ താഴെയും ഹൈസ്കൂളിൽ പോകുന്നു. ഞാൻ ആദ്യമായിട്ട് സ്കൂട്ടി ഓടിക്കാൻ പറ്റിയ സ്കൂട്ടി കയറ്റിക്കൊണ്ട് വന്നത് ഈ കയ്യാലിനോട് അടിക്കുക എഴുതിയത്. ഓട്ടമൊക്കെ വന്നിട്ട് പോകുന്നുണ്ടോ? അപ്പോൾ കഴിച്ച് ഞങ്ങളെ വീട്ടിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നതിനാണ് വന്നതെന്ന് വെച്ചാലുണ്ടല്ലോ, എനിക്ക് അമ്മ കുറച്ച് ഡ്രസ്സ് തയ്ച്ച് വെച്ചിട്ടുണ്ട്, അത് മേടിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ വീട്ടിലെത്തി. നമ്മുടെ പട്ടിക്കുട്ടിയുണ്ടേ, അതിൻ്റെ പേര് നിക്കിയതാണ്. ഇതുണ്ട് പിന്നെ കെട്ടിയിട്ട് കുറച്ച് ചക്ക എടുക്കുന്നുണ്ട്. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചക്ക എടുക്കും. ഇവിടെ കാണിക്കുന്നത് ഞങ്ങൾക്ക് മുണ്ടാക്കാൻ നമ്മളോകാം. അരിക്ക ചക്കപ്പഴം. അപ്പോൾ ചക്കപ്പഴമായിട്ട് ചേട്ടായിക്ക് കൊടുക്കാം. എനിക്ക് എന്നാൽ വൈറ്റ് വേനയാണ്. ഇത് നമ്മുടെ അമ്മൂമ്മ വന്നിട്ടുണ്ട് ഇവിടെ, ഞങ്ങളുടെ അമ്മൂമ്മ. അപ്പോൾ ഇതാണ് അമ്മ തയ്ച്ച ഒരു ടോപ്പ്. ഇപ്പോഴത്തെ മോളുടെ പെണ്ണ് കഴിയൊക്കെയാണ് കൊള്ളാം. പിന്നെ വേറെ ടോപ്പുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. പിന്നെ ഒരു പാവാടയും ബ്ലൗസാണ്. പിന്നെ പഴയൊരു ഡ്രസ്സിൻ്റെ കൈ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇട്ടിട്ട് വരാം അടുത്തത്. ഇതാണ് അടുത്ത് കൊടുക്കുക. ഇത് തന്നെ ഫ്രോക്കായിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. നമ്മുടെ സാരിയല്ല, സാരി ഉടുത്ത് തയ്ച്ചത്. നമ്മുടെ സാരിയല്ല, എനിക്ക് ഉടുപ്പ് തയ്ച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാമെങ്കിൽ കമന്റ് ഇടണേ. ഒരുപാട് നല്ല ഇതാണ് എൻ്റെ പേഴ്സണൽ ഡിസൈനർ. ഇവിടുന്ന് അമ്മൂമ്മ കുറച്ച് ചക്കക്കുരു, പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ചേമ്പ്, ഇവിടുന്ന് കുറച്ച് കേട്ടോ, ഏലക്ക എല്ലാം ഇങ്ങനെ എടുത്തിട്ടുണ്ടേ. ഇതേ കുഞ്ഞാപ്പൂൻ്റെ തോക്ക് മേടിച്ചത്. കുഞ്ഞാപ്പൂൻ്റെ ബോട്ട് കിട്ടി. എന്താ വെച്ചാൽ ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ട് വഴി മേടിച്ചല്ലേ. അപ്പോൾ ഞങ്ങൾ എല്ലാം എടുത്തു. വലിയൊരു പാണ്ടക്കെട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ചേനപ്പാടിക്ക് പോണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.